മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഏറ്റവും ഒടുവിലത്തെ പ്രസവ കണക്കുകൾ പരിശോധിക്കാം. 2010 ജനുവരി മുതൽ ഡിസംബർ വരെ ആകെ നടന്നത് 1100 പ്രസവം. ഇക്കൂട്ടത്തിൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ എണ്ണം 50. ഇനി 2011 ജനുവരി മുതൽ ഇതുവരെയുള്ള കണക്കുകൾ നോക്കുക. പ്രസവിച്ച പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ എണ്ണം 23. ഒരു സ്വകാര്യ ആശുപത്രിയിലെ മാത്രം കണക്ക് ഇതാണെന്നിരിക്കെ ആകെ എണ്ണം എത്ര വരുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇത് മലപ്പുറം ജില്ലയിൽ മാത്രം നടക്കുന്നതാണെന്ന് കരുതിയാൽ അത് തെറ്റാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ കണക്കുകൾ ഇങ്ങനെയാണ്. വർഷം 2009-2010 18 വയസ്സ് മാത്രമുള്ള 49 പെൺകുട്ടികളാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. 2010 മുതൽ ഇതുവരെയുള്ള കണക്കുകൾ: 18 വയസ്സുള്ള 29 പെൺകുട്ടികൾ പ്രസവിച്ചു. ഇത്രയും ചെറുപ്രായത്തിൽ പ്രസവിക്കുക വഴി കുഞ്ഞിനും അമ്മയ്ക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഒരു കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിന് ഏറ്റവും ഉത്തമം അത് ജനിക്കുമ്പോൾ ഉള്ള ജനന തൂക്കം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഈ ജനനത്തിൻ്റെ തൂക്കം ഈ കൗമാരപ്രായത്തിലെ ഗർഭിണികളുടെ കുഞ്ഞുങ്ങൾക്ക് കുറവായിരിക്കും. പ്രസവിക്കാനുള്ള തടസ്സങ്ങൾ ഏറെ ഈ കൗമാരത്തിലെ, കാരണം അവരുടെ ഇടുപ്പെല്ല് വികസിച്ചിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത് പൂർണ്ണതയിൽ എത്താത്തതുകൊണ്ട് കുട്ടിയെ പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ടും സിസേറിയൻ്റെ ഇൻസിഡൻസ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. ശൈശവ വിവാഹങ്ങൾ ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ പ്രസവ നിരക്കുകളുടെ കണക്കെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രായപൂർത്തിയാവാതെ വിവാഹം കഴിച്ചയക്കുക, ആരോഗ്യപരമായ അപകട സാധ്യതകളെ അവഗണിച്ചുകൊണ്ട് അവരിൽ മാതൃത്വം അടിച്ചേൽപ്പിക്കുക. നമ്മൾ ഈ നീതികേട് കാട്ടുന്നത് നിഷ്കളങ്കരായ അനേകം പെൺകുട്ടികളോടാണ്. കൊച്ചിയിൽ നിന്ന് സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്.